ഇന്നത്തെ ദിവസം മാളിക്കുന്നിലാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങക്കാലം ആയതുകൊണ്ട് തന്നെ എവിടെ തിരിഞ്ഞാലും മാങ്ങയാണ്. പഴുത്ത മാങ്ങയായിട്ടും പച്ചമാങ്ങയായിട്ടും പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ട് അവിൽ മിൽക്ക് ഉണ്ട് കേട്ടോ. ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ സ്റ്റോക്കാണ് കേട്ടോ മാളിക്കുന്നിൽ. പിന്നെ അത് രാവിലെ തന്നെ ചക്കട്ട് അത് നന്നാക്കാന്നുള്ളൊരു പരിപാടിയിലാണ് ഞങ്ങൾ. ഇപ്രാവശ്യം ചക്കക്കാലമായിട്ട് ചക്ക കൂട്ടാനൊന്നും വലിയ രീതിയിൽ കൂട്ടിയിട്ടില്ല. അപ്പം ഇന്ന് അത് കൂട്ടാന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ മുറിച്ച് തുടങ്ങിയത്. വെട്ടിക്കൊത്തി മുറിച്ച് 2 ഭാഗമാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പഴുത്തതാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതധികം കൂട്ടാൻ വെക്കാനാണ് എടുക്കാറ്. കാരണം പഴഞ്ചക്കയാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടാൻ വെക്കാനാണ് കൂടുതലായിട്ടും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതാ കഴിക്കുമ്പോൾ ഇതേപോലെ കാരണം നമ്മൾ എന്നുള്ള ആ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ ഇതേ രൂപത്തിലാണ് കേട്ടോ. മധുരമാണെങ്കിലോ നല്ല മധുരം ഉണ്ടായി കേട്ടോ. പിന്നെ അത് കഴിക്കുന്ന ടൈമിൽ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചങ്കിലടഞ്ഞ് മരിക്കാതെ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ പ്രശ്നം ഈ പഴഞ്ചക്കൊക്കെ ഉണ്ട്. പണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളാവുന്ന ടൈമിൽ നമ്മളെ വരയിൽ ഒരു പ്ലാവ് ഉണ്ടായിട്ടോ. വലിയ പ്ലാവ് ഇന്നലെ എമ്മണ്ടൻ ചക്കകൾ ഉണ്ടാവും. ഇതേപോലെ പഴഞ്ചക്ക ഉണ്ടോ. അന്ന് നമ്മളെ ബാത്റൂമിൻ്റെ സൈഡിലായിരുന്നു, ബാക്ക് സൈഡിലുണ്ടോ. അപ്പോൾ ഓരോ ചക്ക വീഴുമ്പോഴും ഓരോ സീറ്റ് വീതം നമുക്ക് പോയിരുന്നു. അങ്ങനെ ഒരു നൊസ്റ്റുണ്ട് നമുക്ക് ഈ പഴഞ്ചക്കയിൽ. പിന്നെ അത് മുറിച്ച് മാറ്റി അതിൻ്റെ കുരു എങ്ങനെയോ ഈ മുൻവശത്ത് വന്ന് പെട്ട് അത് പ്ലാവായി. അപ്പം നമുക്ക് ആ ഒരു ചക്ക വീണ്ടും ഉണ്ടായിട്ട് പെരയിൽ കൂട്ടാൻ വെക്കൽ നടന്നിട്ടില്ലാലും പഴുത്തത് എല്ലാവരും കൂടി ഇരുന്നാണ് കഴിച്ചിട്ടോ. സച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചക്ക എന്ന് പറയുന്നത്. നമ്മുടെ പെരയിൽ ചക്ക മാങ്ങ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണം കേട്ടോ. എന്നാൽ മറ്റുള്ളവരെ വീട്ടിൽ പോയിട്ട് ഒരു ചക്കര ഒരു മാങ്ങ ഒന്നും ചോദിക്കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലും ചക്ക മാങ്ങ പ്ലാവൊക്കെ വേണ്ടതാണ്. സോറി, മാവ് പ്ലാവ് ഒക്കെ വേണ്ടതാണ്. ആൾക്കാർ പിന്നെ പറയും എനിക്ക് എപ്പോഴും ഈ ഡ്രസ് തന്നെയാണോ. ഞാൻ എന്താ കാട്ടണു, ഞാൻ വരുന്ന ഇജ്ജാണ് ഇടുക, ഞാൻ അതിനെന്താ കാട്ടുക. എനിക്കൊരു ചൊള. ഇപ്പം നമ്മൾ വിചാരിച്ചൊന്നും നടന്നില്ല. അപ്പം ഇനി ചക്ക കഴിച്ചിട്ട് ബാക്കി മഞ്ഞ എന്ത് കൂട്ടാൻ ഉണ്ടാക്കുക. അപ്പുറത്തേമ ചക്ക അല്ലേ, അതാ അവിടെ ഒരു ചക്കയുണ്ട്. ആ തലക്ക കണ്ടില്ലേ, പുളു ഉണ്ടാവൂല. എങ്ങനെയുണ്ട് ചക്ക, എങ്ങനെയുണ്ട് കുഞ്ഞാനു? ഹേയ് സിനാജ്, ചക്ക കഴിക്കൽ കഴിഞ്ഞിട്ട് നല്ല പഴുത്ത മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞ് സച്ചു മരത്തുമ്പോൾ കയറിയതാണ്. അപ്പോൾ കുറച്ച് മാങ്ങ കറുത്തിട്ടു. നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സച്ചുവിനെ കൂട്ടി ഞാനൊന്ന് കോട്ടാപ്പുറത്ത് പോയി. ഗൈസ്, ഇന്നെ പോലത്തെ പ്രാന്ത് ആർക്കെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വൈക്കൂടി പോകുമ്പോൾ വണ്ടി നിർത്തിങ്ങാണ്ട് മാങ്ങ തിരയാന്നുള്ളത്. എനിക്കിങ്ങനെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് ഇങ്ങനത്തെ പ്രാന്തുണ്ട്. വല്ല ഫ്രൂട്ട്സിന് ഐറ്റംസുകളൊക്കെ കണ്ടാൽ ഇങ്ങനെ ഞാൻ ഇറങ്ങും. എനിക്ക് മാങ്ങക്കാലം വന്നാൽ ഈ ഒരു പ്രാന്തുണ്ട്. അതാ എടുക്കെടുക്കെടുക്ക്. തിരിച്ചു വരുന്ന വഴി കണ്ട എല്ലാ മാങ്ങകളും പെറുക്കിയിട്ടുണ്ട്. പിന്നെ പെരയ്ക്കും ഇതാ. എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.